ഒരു പുതിയ ഘടനയായിരുന്നു. ഈ മൂലകങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും അവ ശകലങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന പാറ്റേണുകൾ നമ്മുടെ ഗ്രഹത്തിന്റെ ലോഹ സങ്കരങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല. മാത്രമല്ല, പീരിയോഡിക് ടേബിളിലുള്ള 55 മൂലകങ്ങളെ ഉൽക്കയുടെ അവശിഷ്ടങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് പഠനവും നടത്തിയതാണ്. അതിൽ നിന്നും ഉൽക്ക വളരെ വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. ഇവ മറ്റൊരു നാഗരികത സൂക്ഷ്മമായി സൃഷ്ടിച്ച ഒരു സഞ്ചാരിയെപ്പോലെയുള്ള ഉൽക്കാശില ആയിരിക്കാനുള്ള സാധ്യതയാണ് പഠനമുയർത്തിയത്. ജ്യോതിശാസ്ത്രജ്ഞനായ ലോബ് കൂട്ടിച്ചേർത്തു. കൂടാതെ ഇത് ആദ്യത്തെ അംഗീകൃത നക്ഷത്രാന്തര ഉൽക്കയാണെന്നും ലോബ് അവകാശപ്പെടുന്നുണ്ട്. അതിനാൽ ഉൽക്കാശിലയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തന്റെ സിദ്ധാന്തം അന്യഗ്രഹജീവികൾ ഉണ്ടെന്നതിനുള്ള തെളിവാണെന്നും ലോബ് വിശ്വസിക്കുന്നു.